നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഓർഫനേജിൽ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അവരൊരു കംപ്ലൈന്റ് കൊടുത്തായിരുന്നു. അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ അർച്ചന കുറച്ച് ഇമോഷണൽ ആയിപ്പോയി. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ല കാര്യങ്ങൾ. CWCയും പോലീസും വളരെ സീരിയസ് ആയിട്ടാണ് കാര്യങ്ങളെ കാണുന്നത്. കുട്ടികളുടെ കെയറിംഗ് ഓർഫനേജിനാണെങ്കിലും പ്രൊട്ടക്ഷൻ പോലീസിനാണ്. അർച്ചനെ പോലീസ് ഇനി അറസ്റ്റ് ചെയ്യോ? CI ഇക്ബാലിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. പക്ഷേ ആ ACP സഹീറ തങ്ങളുടെ കാര്യം അറിയാലോ. അവര് കയറി ഇടപെട്ട കാര്യങ്ങളാകെ വഷളാവും. ആ കുഞ്ഞിന്റെ കാര്യത്തില് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? നിയമപരമായി ആ കുഞ്ഞിനെ ദത്തെടുക്കാൻ ഞങ്ങൾ തയ്യാറാ. ആ കാര്യത്തില് കാർത്തിക്കിന് എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുമോ? ഞാൻ അന്വേഷിച്ചു. പക്ഷേ അത് നടപ്പില്ല. അർച്ചനയാണ് കുഞ്ഞിനെ ഇത്രയും ദിവസം വളർത്തിയതെന്ന് ഓർഫനേജിലെ ആളുകൾക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ പ്രശ്നം അതല്ല. ആ വിദേശ ദമ്പതികൾക്ക് കുഞ്ഞിനെ കൈമാറാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞു. അതിനുള്ള പോലീസ് ക്ലിയറൻസും കിട്ടിയിട്ടുണ്ട്. ACP സഹീറ തങ്ങളാ അത് കൊടുത്തത്. ആ നിലയ്ക്ക് കുട്ടിയെ ഇനിയും നമുക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളത് ഒരിക്കലും സാധിക്കാത്ത കാര്യമാണ്. അർച്ചനയ്ക്ക് അത് സഹിക്കാൻ പറ്റില്ല. എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട് സച്ചി. പക്ഷേ അതിന് കഴിയുന്നില്ല. കാരണം ഞാനിപ്പോ സസ്പെൻഷനില്ല. അത് മാത്രമല്ല, ഞാൻ ഇതിൽ കയറി ഇടപെട്ടു എന്നറിഞ്ഞാൽ ആ സഹീറ തങ്ങൾ ഇതിൽ കയറി ഇടംകോലിടുകയും ചെയ്യും. എന്നാലും പോലീസില് കാർത്തിക്കിന് ബന്ധങ്ങളില്ലേ? ബന്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്ത് അതൊന്നും വർക്കൗട്ട് ആവുമെന്ന് തോന്നുന്നില്ല. കാർത്തിക്, അർച്ചന ഒരു ഡിപ്രഷനിലേക്ക് പോകുന്ന ഇപ്പോഴത്തെ എന്റെ സംശയം. അമ്മയാകാൻ പറ്റാതെ പോയതിന്റെ വിഷമം സഹിക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുമ്പോഴാ ദൈവം ഈ കുഞ്ഞിനെ അവൾക്ക് കൊടുത്തത്. ഇത്രയും ദിവസം കൊണ്ട് ആ കുഞ്ഞ് അവളുടെ സ്വന്തം കുഞ്ഞായി മാറി. അർച്ചനയ്ക്ക് മാത്രമല്ല, എനിക്കും അതങ്ങനെ തന്നെ ആയിരുന്നു. സ്വന്തം രക്തത്തിൽ ഒരു കുഞ്ഞുണ്ടാവണമെന്നുള്ളതല്ലേ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ അർച്ചനയുടെ സന്തോഷം മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. അവളെപ്പോലെ തന്നെ ആ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് ഞാൻ സ്നേഹിച്ചു തുടങ്ങിയതാ. സച്ചി വിഷമിക്കാതിരിക്കെ. അർച്ചനയോടും ധൈര്യം കൈവിടാതിരിക്കാൻ പറയൂ. എന്റെ ബന്ധങ്ങളൊക്കെ വെച്ച് ഞാൻ ഒന്നുകൂടി ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. പരമാവധി എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യാം. എന്നാലും അമിത പ്രതീക്ഷയൊന്നും വേണ്ട കാർത്തിക്. കാരണം നിയമം ഒരു കുരുക്കാണ്. അതിന് ഒരു ദയവുമില്ല ആരോടും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.